ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനലാണ്. ഫ്രണ്ട്സ്, നമ്മുടെ പോർട്ടിലെ കോഡ് മാറിയതുപോലെ പോർട്ടിന്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ഇപ്പോൾ 3 കപ്പലുകളെ നമുക്ക് നിരനിരയായി കാണാൻ സാധിക്കും. നമ്മുടെ പോർട്ടിന്റെ ബെർത്തിൽ 3 കപ്പലുകൾ മൂറിങ്ങിൽ നിൽക്കുന്ന വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് കാണുന്നത്. 3 കപ്പലുകളും MSCയുടെ തന്നെയാണ്. MSCയുടെ ബാഡ്ജിംഗ് വ്യക്തമായിട്ട് പതിപ്പിച്ചതും നമുക്കതിൽ കാണാവുന്നതാണ്. MSC ടൈഗർ F ആണ് 800 മീറ്ററിന്റെ എൻഡ് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കപ്പൽ MSC സോമൻ, മൂന്നാമത്തെ കപ്പൽ MSC സുജിൻ. അങ്ങനെ 3 കപ്പലുകളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യ കപ്പൽ, അതായത് നമ്മുടെ 800 മീറ്ററിന്റെ ബെർത്തിന്റെ എൻഡ് പോർഷനിലേക്ക് വരുന്ന ആദ്യ കപ്പൽ MSC ടൈഗർ F എന്ന് പറയുന്ന കപ്പലാണ് നമ്മുടെ ഏറ്റവും മുന്നിലുള്ളത്. അത് ഈ 3 കപ്പലുകളിലും ഏറ്റവും ചെറിയ കപ്പൽ തന്നെയാണ്. നമുക്ക് ആ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ കപ്പൽ ടോട്ടൽ നീളം 355 മീറ്ററാണ്. കപ്പലിന്റെ നീളം. ബീം അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് 25 മീറ്ററാണ്. 1200 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കണ്ടെയ്നർ ഷിപ്പിന് 150 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ചെറിയ കപ്പലായാൽ കൂടി തന്നെ ചില കപ്പലിന് റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ ഈ കപ്പലിന് 150 TEU റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ നിൽക്കുന്ന കപ്പൽ MSC സോമിൻ ആണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. IMO നമ്പർ വരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഷിപ്പിന് 172 മീറ്ററാണ് നീളം വരുന്നത്. 28 മീറ്ററാണ് ഷിപ്പിന്റെ ബീം അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത്. 1800 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 250 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ രണ്ടാമത് നിൽക്കുന്ന ഷിപ്പിനും വളരെ കുറച്ചാണെങ്കിലും റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി മൂന്നാമതായി, അതായത് നമ്മുടെ ബെർത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ നിൽക്കുന്ന കപ്പൽ നോക്കാം. MSC സുജിൻ F എന്ന് പറയുന്ന കപ്പലാണ് നമ്മുടെ ബെർത്തിന്റെ തുടക്കം മുതൽ നിൽക്കുന്ന ആ കപ്പൽ. ആ കപ്പലാവട്ടെ 172 മീറ്ററാണ് ഷിപ്പിന്റെ ലെന്ത്. 28 മീറ്ററാണ് ഷിപ്പിന്റെ ബീം അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത്. 1800 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 300 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ 3 കപ്പലുകളാണ് നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 2 കപ്പൽ, അതായത് MSC സോമനും MSC സുജിനും ഏകദേശം സെയിം നീളം തന്നെയാണ്. കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. 3 കപ്പലുകൾ നിലവിൽ ആദ്യമായിട്ടാണ് വിഴിഞ്ഞം പോർട്ടിൽ 3 കപ്പലുകൾ വന്ന് ബെർത്ത് ചെയ്യുന്നത്. ബെർത്ത് മൂറിംഗിലായിട്ടുള്ളത്. പുറത്ത് തന്നെ 4-5 കപ്പൽ ഒരേ സമയം തന്നെ നമ്മുടെ പോർട്ടിന്റെ പുറത്ത് ആങ്കറിംഗിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മൂവിംഗ് പൊസിഷനിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം മദർഷിപ്പുകളും ഫീഡർ വസലുമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് 2025 വിഴിഞ്ഞം പോർട്ടിന് തീർച്ചയായിട്ടും മുന്നേറ്റങ്ങളായിരിക്കും. നമ്മൾ തുടക്കം മുതലേ പറയുന്നു, തീർച്ചയായിട്ടും നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉയരങ്ങളിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അത് തന്നെയാണ് നമ്മുടെ 3 ഫീഡർ വസലുകൾ, അതായത് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തേക്കും ഈ ഫീഡർ വസലുകൾ നമ്മുടെ കണ്ടെയ്നറുമായിട്ട് പോകുന്നുണ്ട്. ധാരാളം മദർ വസലാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ വന്ന ഷിപ്പല്ല, മദർ വസലുകൾ 1-2 പ്രാവശ്യമാണ് വിഴിഞ്ഞം പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണം MSC വിവിയാന തന്നെ 2-3 പ്രാവശ്യം വിഴിഞ്ഞം പോർട്ടിൽ വന്നിട്ടുണ്ട്. MSC ഡൈല പോർട്ടിന്റെ പുറത്തുണ്ട്. MSC ഡൈല എല്ലാവർക്കും അറിയാം, നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ സ്റ്റാർട്ടിങ് മുതൽ വന്നൊരു ഷിപ്പാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന യാർഡ് ക്രെയിനുകൾ അല്ലെങ്കിൽ കാൻഡിലിവർ റൈൻമാണ്ട് ഗ്രാൻഡി ക്രെയിൻ A01 എന്ന് പറയുന്ന ക്രെയിൻ മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഈ ക്രെയിനുകളൊക്കെ ഫസ്റ്റ് നമ്മുടെ വീഡിയോ, അതായത് 1 വർഷം മുന്നേ ഉള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ ഈ ക്രെയിനൊക്കെ മൂവ് ചെയ്യുന്നത് വളരെ ആശ്ചര്യത്തോടെ നമ്മൾ നോക്കിയിരുന്നു. കാരണം ആദ്യമായിട്ട് ക്രെയിൻ വന്നപ്പോൾ ഈ കണ്ടെയ്നറൊന്നുമില്ല. അന്ന് ജസ്റ്റ് ഒന്ന് ഈ ക്രെയിൻ അനങ്ങുന്നത് നോക്കി ഞാനൊക്കെ നിന്നിട്ടുണ്ട്. ഒന്ന് ആ വീഡിയോ എടുക്കണം, ഒന്ന് കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ ധാരാളം ക്രെയിനുകളാണ് നമ്മുടെ പോർട്ടിനകത്തുള്ളത്, യാർഡിനകത്തുള്ളത്. ആ ക്രെയിനുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മൂവി നടത്തി കണ്ടെയ്നർ മൂവ്മെന്റ് നടത്തുന്നതുകൊണ്ടാണ് നമുക്ക് പല നേട്ടങ്ങളും കൈവരിക്കാനായി സാധിക്കുന്നത്. ഇപ്പോൾ നിരനിരയായിട്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഇപ്പോൾ കണ്ടെയ്നർ നിരനിരയായിട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2.5 ലക്ഷം TEUക്ക് മുകളിൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കഴിഞ്ഞ് കാണും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഏതാണ്ട് 2 ലക്ഷം TEUക്ക് മുകളിലായിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ 2.5 lakhs TEUക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെന്റ് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ടെന്നായിരുന്നു സംശയമില്ല. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നിലവിൽ വന്നു നിൽക്കുന്ന 3 ഷിപ്പുകളുടെ വളരെ മനോഹരമായ കാഴ്ച. ഇനി നമുക്ക് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ നോക്കാം.
ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ നിന്നത് നമ്മൾ വളരെ ദൂരെയായിട്ട് കാണുന്ന ഒരു വിഴിഞ്ഞം ജുമാ മസ്ജിദുണ്ട്. ജുമാ മസ്ജിദ് സൈഡിൽ എല്ലാവർക്കും അറിയാം, അവിടെ നിന്ന് ആണ് നമ്മൾ വീഡിയോ എടുത്തത്. പക്ഷേ തൊട്ടടുത്താണെങ്കിലും കുറച്ച് പരിമിതികളുണ്ട് കാണുന്നതിന്. പരിമിതി എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ലൈറ്റ് ഹൗസ് ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഷിപ്പ് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം, നമുക്ക് ആ ഷിപ്പ് ടു ഷിപ്പ് ഗ്യാപ്പ് ഇതെല്ലാം വ്യക്തമായിട്ട് കാണുന്ന പൊസിഷനിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഈ പറയുന്ന ബെർത്ത് പോർഷനും അതുമാത്രമല്ല നമ്മുടെ ഈ ബെർത്ത് പോർഷൻ്റെ സൈഡിലുള്ള വാട്ടർ ലെവലെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എത്രയാണ് ഉദ്ദേശം നമുക്ക് ഈ കാണുന്ന ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റൊക്കെ ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. 3 ഷിപ്പുകളെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഷിപ്പിൻ്റെ നീളം വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന MSC ടൈഗർ F എന്ന് പറയുന്നത് 155 മീറ്ററും MSC സ്വാമിൻ എന്ന് പറയുന്നത് ഏകദേശം 172 മീറ്ററും പിന്നെ MSC സുജിൻ, നമ്മൾ ഫസ്റ്റ് കാണുന്ന MSC സുജിൻ ആവട്ടെ 172 മീറ്ററാണ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഷിപ്പ് അതായത് ഈ 3 ഷിപ്പും കൂടി ബെർത്ത് പൂർണ്ണമായിട്ടും എടുത്തിട്ടുള്ളത് ഏകദേശം 499 മീറ്ററാണ് 3 ഷിപ്പിനും വേണ്ടി വരുന്ന ബെർത്തിൻ്റെ അതായത് ടോട്ടൽ ബെർത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അധികമായി വരുന്ന നിലവിൽ നമ്മുടെ ഈ മോറിംഗ് റോപ്പ് വലിച്ചു കെട്ടുന്നതിന് അല്ലെങ്കിൽ ഷിപ്പ് ടു ഷിപ്പ് ഡിസ്റ്റൻസ് നമുക്കെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 628-629 മീറ്ററാണ് ടോട്ടലായിട്ട് നമ്മുടെ ബെർത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. 800 മീറ്ററാണ് പൂർണ്ണമായിട്ടും ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും 800 മീറ്ററിൻ്റെ എൻഡ് പോർഷനിൽ നമുക്കിപ്പോൾ ഒരു ടഗ് ബോട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ടഗ് ബോട്ടൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ കുറച്ചുകൂടി കുറച്ചുകൂടി വ്യക്തമായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ ഇപ്പോൾ കുറച്ച് ക്ലാരിറ്റി അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് താഴെ നിന്നിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് നിങ്ങളുടെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചൊരു വൈഡ് വ്യൂ കിട്ടുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ഈ കാണുന്ന യാർഡ് പോർഷനൊക്കെ വളരെ വ്യക്തമായിട്ട് നല്ലൊരു വൈഡ് വ്യൂ തന്നെ കിട്ടും നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയാൽ തന്നെ. ഇപ്പോൾ നമുക്ക് ആ കണ്ടെയ്നർ പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ യാർഡ് പൊസിഷൻ ഏകദേശം നമുക്ക് എല്ലാ സ്ഥലവും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മേഴ്സ്കിൽ നിന്ന് വന്ന ഷിപ്പിൽ നിന്ന് വന്ന കണ്ടെയ്നറെല്ലാം നിരനിരയായി ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 2.5 lakhs TEUക്ക് മുകളിൽ ട്രാൻസ്ഷിപ്മെൻറ്റ് തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. വലിയൊരു മദർഷിപ്പാണ് MSC ഡൈല വിഴിഞ്ഞം പോർട്ടിന് പുറത്തായിട്ടുള്ളത്. 2 ദിവസമായി പോർട്ടിന് പുറത്ത് തന്നെയാണ്. ധാരാളം ഷിപ്പുകളാണ് പോർട്ടിന് പുറത്ത് ഫീഡർ വെസലായാലും മദർ വെസലായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോർട്ടിനകത്ത് മനഃപൂർവ്വമായിട്ട് കയറ്റാത്തതല്ല. എല്ലാ പിന്നെ ഈ പറയുന്ന പോർട്ടിലും 3-4 ദിവസം കപ്പൽ വെയിറ്റ് ചെയ്തതിന് ശേഷം തന്നെയാണ് അതിനകത്ത് കയറുന്നത്. കാരണം എപ്പോഴും തിരക്ക് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യം 800 മീറ്ററാണ് നമ്മുടെ ബെർത്തിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. 2025 സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെയും വർക്കുകളെല്ലാം തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത്. നിലവിൽ തുടങ്ങിയിട്ടില്ല. തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനാണ് തുടങ്ങിയിട്ടുള്ളത്. അന്ന് കപ്പലോ ഇതൊന്നും വന്നിരുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അന്ന് ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വർക്ക് അപ്ഡേഷൻ തുടങ്ങി. തുടർന്നും തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടിൻ്റെ വർക്ക് അപ്ഡേഷൻ എത്രത്തോളമാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആ ഡീറ്റെയിൽ ഉൾപ്പെടെ തന്നെ അപ്ഡേഷൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വളരെ ഭംഗിയുള്ള കണ്ടെയ്നർ പല കമ്പനികളെയും ഇപ്പോൾ നമ്മളെ മേഴ്സ്കിൻ്റെ കണ്ടെയ്നറും കൂടുതലായിട്ട് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ MSC മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ മേഴ്സ്കിൻ്റെ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് നോക്കാം. ഇതാണ് 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ. ഇവിടെ നിന്നാണ് ഇനി എക്സ്റ്റൻഷൻ തുടങ്ങേണ്ടത്. ഏകദേശം 1040 മീറ്റർ കൂടി കംപ്ലീറ്റ് 2028 കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ ഓരോ പോർഷൻ, അതായത് നമുക്ക് പ്രൊട്ടക്ഷൻ വാള് നമ്മൾ കുറച്ച് മാസങ്ങളായിട്ട് പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡീറ്റെയിൽ അപ്ഡേഷൻ ഇട്ടിട്ടുണ്ട്. സാറ്റലൈറ്റ് വ്യൂയിലൂടെ അപ്ഡേഷനും അല്ലാതെയൊക്കെ അപ്ഡേഷൻ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊട്ടക്ഷൻ വാള് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ക്രെയിനുകളെല്ലാം ഈ പ്രൊട്ടക്ഷൻ വാളിൻ്റെ ലെവൽ പാരലായിട്ട് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് നടക്കുന്നത്. ആക്രോപോഡ് ധാരാളമായ ലോറികളിൽ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ ആക്രോപോഡുകളെല്ലാം നമ്മൾ പ്രൊട്ടക്ഷൻ വാൾ കിട്ടി അതേ ഹൈറ്റിലേക്ക് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്രെയിനുകളെല്ലാം നമ്മുടെ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ മുകളിലാണ്
ഈ ക്രെയിനുകളെല്ലാം ഉള്ളത്. ഇവിടെ എല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. കുറേ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയി വരുവാണ് കേട്ടോ. നമുക്കിപ്പോൾ ആക്രോപോഡ് നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഈ പറയുന്ന ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വിഷ്വൽ തന്നെയാണ്, എങ്കിൽ മാത്രമേ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുള്ളൂ. ആ 10 മീറ്റർ വീതിയുള്ള കർവ് പോർഷൻ നമുക്ക് ഇവിടെ നിന്നാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാണാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം വളരെ ദൂരെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയോടെ കിട്ടും എന്ന് എനിക്കറിയില്ല. ഈ സൈഡ് പോർഷനൊക്കെ നോക്കാം. ഇവിടെയൊക്കെ ഇനി ആക്രോപോഡ് ഫില്ല് ചെയ്യാനുണ്ടോ? നമ്മൾ ഈ പ്രൊട്ടക്ഷൻ വാൾ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ ഈ കാണുന്ന കളർ വ്യത്യാസമായിട്ട് കാണുന്ന ആക്രോപോഡുകളെല്ലാം വളരെ അതായത് നമ്മൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്തതാണ് കണ്ടോ. ഈ ഭാഗത്തെല്ലാം കളർ പുതിയ ആക്രോപോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഇപ്പോൾ ഫില്ല് ചെയ്തതാണ് കേട്ടോ. ഈ ഭാഗത്തെല്ലാം ഏകദേശം ഫില്ല് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ ക്രെയിനിൽ നിൽക്കുന്ന ഭാഗത്താണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും കേട്ടോ. ഈ ഭാഗത്തെല്ലാം ഫില്ല് ചെയ്തിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ആക്രോപോഡുകൾ ഫില്ല് ചെയ്യുന്ന വർക്കുകളാണ് ബ്രേക്ക് വാട്ടറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടുവിലൂടെയുള്ള അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡ് ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും യാർഡ് എക്സ്റ്റൻഷൻ്റെയും ഫസ്റ്റ് ഫേസിലെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT സർട്ടിഫിക്കറ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ തന്നെ നേരത്തെ തന്നെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയത് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സ്ഥലത്തെല്ലാം പിന്നെ കുറച്ച് പോർഷൻ ആക്രോപോഡ് ഫില്ല് ചെയ്യാനുണ്ട്. ഒരു ഹെവി എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ദൂരെ നിന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട്. ഇതൊക്കെ പഴയ ആക്രോപോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ആക്രോപോഡുകളാണ്. വ്യത്യസ്തമായ ആക്രോപോഡ് പുതിയതായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ആ കളർ ചേഞ്ച് നമുക്ക് കാണാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ ഈ പ്രൊട്ടക്ഷൻ വാളിൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഉണ്ടോ, ഈ ഭാഗത്ത് തന്നെ പ്രൊട്ടക്ഷൻ വാൾ വന്നിട്ടില്ല. ഇത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നമുക്ക് 3 ഷിപ്പുകളെ നമുക്ക് കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡ് പോർഷൻ വരെ. അതായത് നമ്മൾ എൻഡിൽ നിന്നാണ് തുടങ്ങിയത്. അടുത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് 2025 കൂടി അല്ലെങ്കിൽ ഈ വർഷം മുതൽ നമ്മുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണുകളാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് കാണാം. കണ്ടോ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക് വാട്ടറിൻ്റെ മല എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് നമ്മുടെ ഈ പറഞ്ഞ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് ആണ്. പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ ഡംപ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ധാരാളം ലോഡുകളാണ് ദിനം പ്രതി വിഴിഞ്ഞം 100 കണക്കിന് ലോഡുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ പിന്നെ ദിനം പ്രതി സ്റ്റോണുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റോണുകൾ അവിടെ സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പോകുന്നത് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം ഹാർബറിൻ്റെ അടുത്ത് ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഈ വർക്കിൻ്റെ അപ്ഡേഷൻ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയൊരു ബെർത്താണിത്. കണ്ടോ, ഏകദേശം എത്ര മീറ്റർ എന്ന് പലരും ചോദിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നൊരു 100 മീറ്റർ ആയിരിക്കും. കറക്റ്റ് വ്യക്തമായിട്ട് എനിക്കറിയില്ല. അത് ഞാൻ ചോദിച്ചിട്ട് തീർച്ചയായിട്ടും എത്ര മീറ്റർ ആണെന്ന് പറയാം. അത് നേരത്തെ നമുക്ക് ഈ ബെർത്ത് പോർഷൻ്റെ വർക്കുകൾ, അതായത് ഇതിപ്പോൾ ലാസ്റ്റ് വർക്കാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഈ പറയുന്ന ബെർത്ത് പോർഷൻ്റെ സ്ലാബുകളെല്ലാം ഫില്ല് ചെയ്യുന്ന വർക്കുകൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളം സ്ലാബുകൾ ഫില്ല് ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്ലാബുകളെല്ലാം ഏകദേശം ഫില്ല് ചെയ്ത് തീരാൻ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. കോസ്റ്റ് ഗാർഡിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിൽഡിങ്ങും ബെർത്തും വരുന്നത്. നേരത്തേക്ക് കോസ്റ്റ് ഗാർഡ് നേരത്തെ ഉപയോഗിച്ചിരുന്ന തൊട്ടപ്പുറത്തുള്ള ബിൽഡിംഗ് ആവട്ടെ അത് വിഴിഞ്ഞം പോർട്ടിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും കോസ്റ്റ് ഗാർഡിന് സ്വന്തമായിട്ട് ഒരു ഈ പറയുന്ന പിന്നെ ബെർത്തും അതിനോടനുബന്ധിച്ചുള്ള ബിൽഡിങ്ങും തീർച്ചയായിട്ടും ഇവിടെ വരുമായിരിക്കും. നമ്മുടെ വെസൽ, അതായത് നമ്മുടെ ഈ പറയുന്ന സദാസമയം പെട്രോളിങ്ങിന് പോകുന്ന ധാരാളം വെസലുകളാണ് നമ്മുടെ കോസ്റ്റ് ഗാർഡിനുള്ളത്. ആ വെസലുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടി നിലവിൽ ബെർത്ത് പോർഷൻ ഇല്ലായിരുന്നു. പുതുതായിട്ടാണ് ഈ ബെർത്ത് പോർഷൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ക്രെയിനുകളും നമ്മുടെ ഈ ഇതുപോലുള്ള സ്ലാബുകളൊക്കെ പൊക്കിക്കുന്ന ഹെവി ക്രെയിനുകൾ വന്നപ്പോഴാണ് നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം ഇത് പൂർണ്ണമായിട്ടും ഒരു മറഞ്ഞു കിടന്ന പ്ലേസാണ്. വളരെ വേഗം നമുക്ക് അത് അറിയാൻ സാധിക്കില്ല അവിടെ വർക്ക് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന്. ആ വർക്കുകളെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആണ് പോകുന്നു. ഇനി അടുത്തൊരു പോർഷൻ നമുക്ക് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതും കോസ്റ്റ് ഗാർഡ് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. വലിയൊരു ടവർ നമുക്ക് കാണാൻ സാധിക്കും. ആ ടവറിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ വലിയ ടവർ ആവട്ടെ, ഇതൊരു റഡാർ സ്റ്റേഷനാണ്. റഡാറാണ് ഈ ടവറിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും സദാസമയം ചുറ്റിത്തിരിയുന്ന ഒരു റൊട്ടേഷൻ പോർഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വളരെയധികം സൂമിംഗ് ഉള്ള ക്യാമറകളെ നമുക്ക് കാണാൻ സാധിക്കും. കിലോമീറ്ററോളം ഡേ നൈറ്റ് സൂമിംഗ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് 5ാമത്തെ ടവറാണ്. ബാക്കി 4 ടവറുകൾ കൊല്ലം, പൊന്നാനി, വൈപ്പിൻ, ഏഴിമല ഇങ്ങനെ 4 ടവറുകൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2005 മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന്
തീരദേശങ്ങൾ റഡാർ നിരീക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടവർ വന്നിട്ടുള്ളത്. ഈ ടവർ വിഴിഞ്ഞത്ത് വന്നിട്ട് ഒരു 2-3 വർഷം തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. തീരദേശത്ത് വരുന്ന കപ്പലുകളും അന്താരാഷ്ട്ര ഷിപ്പിംഗ് റൂട്ടിൽ പോകുന്ന ആഡംബര കപ്പലുകളെയും തീർച്ചയായിട്ടും ഈ റഡാർ ഉപയോഗിച്ച് നിരീക്ഷിക്കാനായി സാധിക്കും. കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ സ്ഥാപിച്ചിരിക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ നിരവധി സ്റ്റേഷനുകളെ വിഴിഞ്ഞം സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് ഏകോപനം സാധ്യമാക്കാനും ഇതിലൂടെ പൂർണ്ണമായിട്ടും കോസ്റ്റ് ഗാർഡിന് സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യയുടെ പല തീരദേശ മേഖലകളും, അതായത് കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയുള്ള തീരദേശങ്ങളെയും പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്ത് ട്രിവാൻഡ്രത്തിരുന്നാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യൻ നേവി ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ മിലിറ്ററിയുടെ പല ഹെഡ് ഓഫീസും ട്രിവാൻഡ്രം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോഴും ഈ ടവർ വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അടുത്തതായി നമുക്ക് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നും നല്ലൊരു വ്യൂ ആണ് കോവളത്ത് കിട്ടുന്നത്. ഈ വിഴിഞ്ഞവും കോവളവും തമ്മിൽ അടുത്തടുത്താണ്. ഒരു ഭാഗത്ത് നമ്മുടെ പോർട്ടും കപ്പലും ഹാർബറുമാണെങ്കിൽ മറുവശത്ത് നമ്മുടെ ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്ന, ലോകത്തിലെ ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല ബീച്ചുകളൊന്നായ കോവളം ബീച്ചാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ധാരാളം വിനോദസഞ്ചാരികളാണ് നിലവിൽ കോവളം ബീച്ചിലുള്ളത്. കാരണം ഇപ്പോൾ സീസണാണ്, അതുകൊണ്ടാണ് ധാരാളം വിനോദസഞ്ചാരികളുള്ളത്. വളരെ ദൂരെയായിട്ട് വളരെ മനോഹരമായ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എപ്പോഴും വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിൽ പച്ചപ്പുകം കാണാൻ സാധിക്കും. ധാരാളം ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്, ഈ സീസൺ സമയത്ത് നടക്കുന്നത്. ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് നോക്കാം. വളരെ ദൂരെയായിട്ട് എനിക്ക് തോന്നുന്നു പാരാസെയിലിംഗ് ആണ് നടക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഞാൻ ഈ ടവറിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ക്ലിയർ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ സാധിക്കില്ല. എന്നാലും നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. അതെ, പാരാസെയിലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു റിസ്കി ആക്ടിവിറ്റീസാണ്. അത് ധാരാളം വിനോദസഞ്ചാരികളാണ്, അത് ഇന്ത്യയിലുള്ളവരായിക്കോട്ടെ ഇന്ത്യക്ക് പുറത്തുള്ളവരായിക്കോട്ടെ, നിലവിൽ എല്ലാവരും ഈ പാരാസെയിലിംഗ് കൂടുതലായിട്ട് ചെയ്യും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴായിട്ട് നമുക്ക് ഈ പറയുന്ന ടവറിൻ്റെ മുകളിൽ കയറുമ്പോഴാണ് നല്ലൊരു വ്യൂ കിട്ടുന്നത് എന്നാണ് നമുക്ക് ഈ വ്യൂ നിന്ന് മനസ്സിലാക്കുന്നുണ്ടോ. അതൊരു റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണത്. എന്നാലും അതിൽ നിന്നും വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും അബ്രോഡുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും തീർച്ചയായിട്ടും ലഭിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ ഈ പറയുന്ന കോവളം പ്ലേസിലൊക്കെ നടന്നു വരുന്നത്. കണ്ടോ, ഇതാണ് പാരാസെയിലിംഗ് എന്ന് പറയുന്നത്. ഒരു ബോട്ടിൽ നിലവിൽ ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് എയറിലൂടെ സഞ്ചരിക്കാനായി സാധിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ. അതുമാത്രമല്ല, നമ്മുടെ വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ പറയുന്ന ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു സ്പീഡ് ബോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ടവറിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും വിഴിഞ്ഞം പ്ലേസിലോ കോവളം പ്ലേസിലോ കോവളത്തേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, കോവളത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ, വിനോദസഞ്ചാരികളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ഈ പറയുന്ന ബോട്ടുകൾ കയറി സഞ്ചരിക്കുന്നത്. കാരണം ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടെയുമല്ല, വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു സഞ്ചാരികൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ട് വളരെ വ്യക്തമായിട്ട് കാണാം എന്ന് പറഞ്ഞു തന്നെയായിരിക്കും നിലവിൽ ഈ പറയുന്ന ബോട്ടുകളിലേക്ക് സഞ്ചാരികൾ കയറുന്നത്. കാരണം വിഴിഞ്ഞം പോർട്ടിൻ്റെ കുറച്ച് പോർഷൻസ്, എല്ലാ ഭാഗവുമല്ല, കുറച്ച് പോർഷൻസ് നമ്മുടെ ഈ പറയുന്ന കാണാൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ കോവളം മുതൽ വിഴിഞ്ഞം ഹാർബറിൻ്റെ സൈഡ് വരെയാണ് പോകുന്നത്. അത് കുറച്ച് ദൂരം തന്നെയുണ്ട്. നമ്മൾ നിൽക്കുന്ന ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുകൂടിയാണ് ഈ പറയുന്ന സ്പീഡ് ബോട്ടുകൾ കടന്നു പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മനോഹരമായ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും തീർച്ചയായിട്ടും അതിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വൈകുന്നേരമായിട്ടുണ്ട് എങ്കിൽ നമുക്ക് അസ്തമയ സൂര്യനും കൂടി ഒന്ന് സന്ദർശിച്ചിട്ട് വീഡിയോ ക്ലോസ് ചെയ്യാം. ഇതാ നമ്മുടെ അസ്തമയ സൂര്യൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു അസ്തമിക്കുമ്പോഴുള്ള ആ ഒരു പ്രകാശം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അത് കടൽ തിരയിൽ നിൽക്കുമ്പോൾ കന്യാകുമാരിയാണ് അസ്തമയ സൂര്യൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന പ്ലേസ് ആണെന്ന് നമ്മുടെ ഇന്ത്യ മൊത്തമൊക്കെ അറിയപ്പെടുന്നെങ്കിൽ നമ്മുടെ കോവളം പ്ലേസും അല്ലെങ്കിൽ വിഴിഞ്ഞം പ്ലേസിലും വന്നു കഴിഞ്ഞാലും അസ്തമയ സൂര്യൻ നമുക്ക് കാണാൻ സാധിക്കും. അസ്തമയ സൂര്യത്തിൻ്റെ വലയം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്നാലും ഞാൻ ഈ ഷിപ്പുകളെ ഒന്ന് സൂം ചെയ്യുന്ന പോലെ ഒന്ന് ഈ പറയുന്ന അസ്തമയ സൂര്യൻ ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ്. എത്രത്തോളം ഉണ്ടെന്ന് തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഇടുക. കണ്ടോ, ഇതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയാണ് പലപ്പോഴായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എത്രത്തോളം സൂമിങ്ങിൽ നമുക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് ഇത്രത്തോളമാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു വലിയ സംഭവമല്ല. എല്ലാ ക്യാമറകളിലും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ക്യാമറകളിലും തീർച്ചയായിട്ടും
ഈ ഒരു വ്യക്തമായ പിക്ചർ ലഭിക്കുന്നത് തന്നെയാണ്. എന്നാലും നമുക്ക് കാണാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും കാണുമല്ലോ, അതുകൊണ്ട് ചെയ്ത് നോക്കിയത് തന്നെയാണ് കണ്ടോ. എന്നാൽ ഒരു മനോഹരമായ ദൃശ്യം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കാണുന്നവർക്ക് വളരെ ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയോടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ 2-3 പ്ലേസിലായിട്ട് എത്തിയാണ്. നമ്മുടെ അപ്ഡേഷനൊക്കെ ഇടുന്ന 2-3 പ്ലേസിൽ നിന്നാണ്. ഇനി നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതും പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പോകാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.